തലസ്ഥാനത്ത് ജഡ്ജി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഘം പിടിയിൽ. വെഞ്ഞാറമൂട് കേരള ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞാണ് ദമ്പതികളിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയത്. കണ്ണൂർ ചിറക്കൽ സ്വദേശി ജിഗേഷ്, മാന്നാർ സ്വദേശിയായ സുമേഷ് എന്നിവരാണ് ആലപ്പുഴയിൽ പിടിയിലായത്. ജഡ്ജി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയാൽ 10ാം ക്ലാസ്സിൽ തോറ്റയാളെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കേരള ബാങ്കിലുള്ള 10 ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വെഞ്ഞാറമൂട് സ്വദേശികളായ ദമ്പതികളിൽ നിന്ന് പണം തട്ടിയെടുത്തത്. ആഡംബര കാറിൽ ജഡ്ജിയുടെ വേഷത്തിലെത്തിയായിരുന്നു തട്ടിപ്പ്. അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്തു. ഞങ്ങളുടെ അടുത്ത് 6 ലക്ഷം രൂപ മറിച്ച് കൊടുക്കണമെന്നും പലരുടെ കയ്യിൽ നിന്നായിട്ട് കടം വാങ്ങിയാണ് ഞങ്ങൾ ഈ 6 ലക്ഷം രൂപ കൊടുക്കുന്നത്. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ചീറ്റിക്കപ്പെട്ടതാണെന്നുള്ളത്. ഹൈക്കോടതി ജഡ്ജിയാണെന്നും കേരള ബാങ്കിന്റെ ഇതിൽ ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളിത് വിശ്വസിക്കപ്പെട്ട് ചതിക്കപ്പെട്ടത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും പ്രതികളെയും കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പിടികൂടി. പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ജഡ്ജി 10ാം ക്ലാസ് തോറ്റയാളാണെന്ന് ബോധ്യമായി. കേരള ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജഡ്ജിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം ഒരു 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് വീണ്ടും ഒരു 4 ലക്ഷം രൂപയും കൂടി നൽകി അങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിൽ പ്രതിയുടെ ലാപ്ടോപ്പിൽ നിന്നും ശബരിമലയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി നൽകുന്നതിന് ദേവസ്വം ബോർഡ് നൽകുന്ന വ്യാജ നിയമന ഉത്തരവുകളും UPSCയുടെ നിരവധി ഇന്റർവ്യൂ ലെറ്ററുകളും കണ്ടെത്തി. പ്രതിയുടെ പക്കൽ നിന്നും 7 മൊബൈൽ ഫോണും പണവും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.